നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 22, 2026 ഞായർ. അങ്ങനെ നമ്മൾ നാളെ മുതൽ ഈ മാസത്തെ 4ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ഓയിലിന്റെ വിലയിൽ അനുഭവപ്പെട്ട ഉയർച്ചയെ തുടർന്നും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിലുണ്ടായ വർധനവിന്റെ ഫലമായിട്ടും ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റും കഴിഞ്ഞ ആഴ്ചയിൽ ഹൈലി വോൾട്ടൈൽ ആയിരുന്നു. മാത്രമല്ല അതിന്റെ ഒരു തുടർച്ച ഈ വരുന്ന ആഴ്ചയിലും ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങി പ്രധാനമായും 5 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അതിനു മുൻപേ കഴിഞ്ഞ ആഴ്ചത്തെ ഇന്ത്യൻ മാർക്കറ്റിന്റെ പെർഫോമൻസിനെ കുറിച്ച് വേഗത്തിൽ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഹൈലി വോൾട്ടൈൽ ആയിരുന്നു. എങ്കിലും വീക്ക്ലി ബേസിസിൽ ആകെ നിഫ്റ്റിയിൽ നിന്നും 36.6 പോയിന്റുകൾ മാത്രമേ ചോർന്നു പോവുകയും ഉണ്ടായുള്ളൂ. എന്നാൽ 5 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് 847.45 പോയിന്റുകളുടെ മൂവ്മെന്റ് വീക്ക്ലി ബേസിസിൽ നിഫ്റ്റിക്ക് നടത്തേണ്ടതായിട്ടും വന്നു, അഥവാ 3.7%. അതേസമയം ഇന്ത്യ വിക്സ് വീക്ക്ലി ബേസിസിൽ 0.2% ഉയർച്ചയും രേഖപ്പെടുത്തി. ഈ കലണ്ടർ മാസത്തില് വെള്ളിയാഴ്ചയോടുകൂടി 14 ട്രേഡിംഗ് സെഷനുകൾ ഇന്ത്യൻ മാർക്കറ്റ് പൂർത്തീകരിച്ചു. അതിൽ 8 ട്രേഡിംഗ് സെഷനുകളിൽ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാക്കി 6 ട്രേഡിംഗ് സെഷനുകളിൽ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇതിൽ ആദ്യ 2 ആഴ്ചകളിൽ ഓരോ ട്രേഡിംഗ് സെഷൻ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഒഴികെ ബാക്കി 4 ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മാത്രമല്ല വെള്ളിയാഴ്ച വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടം തിരിച്ചുപിടിക്കുവാനുമായി. ഇനി ഈ ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റില് കാര്യങ്ങൾ മാറിമറിയുകയുണ്ടായി. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ചകളിലെ പോലെ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും സ്വാധീനിക്കുക. നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേക്കും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ട് 24 ദിവസങ്ങൾ പിന്നിടുകയും ചെയ്യും. നമ്മളെല്ലാവരും പലവിധ മാധ്യമങ്ങൾ വഴി വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അറിയുന്നതിനാൽ തന്നെ വിശദമായി അവയെക്കുറിച്ച് ഓരോന്നും എടുത്തു പറയുന്നില്ല. വെള്ളിയാഴ്ച ഇറാഖിന്റെ ഭാഗത്ത് നിന്നും പുതിയ പ്രഖ്യാപനം വന്നു. അതായത് ഇറാഖിലുള്ള വിദേശ കമ്പനികൾ നടത്തുന്ന എല്ലാ എണ്ണപ്പാടങ്ങളിലും നിർബന്ധിത ഉപരോധം പ്രഖ്യാപിക്കുകയുണ്ടായി ഇറാഖ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായി തന്നെ. ഇതിനെ തുടർന്ന് നിലവിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ നടക്കുന്നതിനോടൊപ്പം ഇറാഖിന്റെ ഭാഗത്ത് നിന്നും പുതിയ നടപടികൾ വന്നതിനെ തുടർന്ന് എണ്ണവില കുതിച്ചു കയറുക തന്നെയുണ്ടായി. 4 വർഷങ്ങൾക്ക് ശേഷം, അഥവാ 2022 ജൂലൈക്ക് ശേഷം ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില എത്തിച്ചേരുകയും ചെയ്തു. ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 3.5%-ലേറെ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് $112 പെർ ബാരൽ എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില 2.5%-ലേറെ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 98.09 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മാത്രമല്ല നിലവിൽ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി അതിനൊരു മാറ്റമോ അല്ലെങ്കിൽ അയവോ വരുന്നില്ലെങ്കിൽ വീണ്ടും തീർച്ചയായിട്ടും വരുന്ന ആഴ്ചയിലും ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അതിശക്തമായ ഉയർച്ച ഒരുപക്ഷെ അനുഭവപ്പെടുകയും ചെയ്യും. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു സൗദി അറോംകോയുടെ ഭാഗത്ത് നിന്നും ഇതേ രീതിയിൽ എണ്ണ ഉൽപാദനത്തിനും വിതരണത്തിനും തടസ്സം GCC രാഷ്ട്രങ്ങൾക്ക് നേരിടുകയാണെങ്കിൽ ഏകദേശം 1 മാസങ്ങൾക്ക് ശേഷം, അതായത് ഏപ്രിൽ അവസാനത്തോടുകൂടി ഗ്ലോബൽ മാർക്കറ്റിൽ എണ്ണയുടെ വില $180 മുകളിലേക്ക് പെർ ബാരലിന് കടക്കുമെന്നുള്ള മുന്നറിയിപ്പും വന്നു. മാത്രമല്ല നിലവിൽ വെസ്റ്റ് ഏഷ്യയിൽ മുൻപ് ഡിഫൻസ് മേഖലയിലാണ് ഇരു രാജ്യങ്ങളുടെയും ആക്രമണം നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് സിവിലിയൻ ഏരിയയിലേക്കും ആക്രമണം ഇരു കൂട്ടരുടെ ഭാഗത്ത് നിന്നും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇരു കൂട്ടരുടെയും ഭാഗത്ത് നിന്നും എതിരാളികളുടെ ഊർജ്ജ സ്രോതസ്സുകളുടെ മുകളിലുള്ള ആക്രമണവും അതിരൂക്ഷമാക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതും. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് തീവ്രത കൂടുകയാണെങ്കിൽ, അത് വീണ്ടും ഓയിലിന്റെ വില വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും സാരമായ രീതിയിൽ തന്നെ പരിക്കേൽപ്പിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ രണ്ടാമതായിട്ട് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്നത് പ്രധാനമായും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഏറ്റക്കുറച്ചിലുകൾ തന്നെയായിരിക്കും. വെള്ളിയാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് ശക്തമാക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഈ മാസം വെള്ളിയാഴ്ച വരെയും എല്ലാ ട്രേഡിംഗ് സെഷനുകളിലും ഇന്ത്യൻ മാർക്കറ്റിൽ അവർ അതിശക്തമായ സെല്ലിംഗ് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും നിലവിൽ വെസ്റ്റ് ഏഷ്യയിലെ പ്രശ്നങ്ങളിൽ പുതിയ പ്രതീക്ഷകളൊന്നും ഇല്ലാത്തതിനാലും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച മൂലവും ഇന്ത്യൻ രൂപയ്ക്ക് നേരിടേണ്ടി വരുന്ന അതിശക്തമായ ഇടിവും മറ്റുള്ള പലവിധ കാരണങ്ങൾ മൂലവും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സെല്ലിങ്ങിന് അയവ് വരാനുള്ള സാധ്യതകളും കുറവ് തന്നെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ 4 വർഷങ്ങൾക്ക് ശേഷം, അഥവാ 2022 അവസാനത്തിന് ശേഷം സിംഗിൾ ഡേയിലെ ഏറ്റവും വലിയ ഇടിവാണ് US ഡോളറിനെതിരെ നേരിടേണ്ടി വന്നത്. അതായത് $1.10. മാത്രമല്ല
93.71 എന്ന ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് യുഎസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇതിനു പുറമെ യുദ്ധം ആരംഭിച്ചിട്ട് 3 ആഴ്ചകൾ പൂർത്തിയാക്കുമ്പോൾ യുഎസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് 2.5% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഓയിലിന്റെ വില വീണ്ടും കുതിച്ചുയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ രൂപയെ ദുർബലപ്പെടുത്തിയേക്കാം. മാത്രമല്ല അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിന് വീണ്ടും ശോഷണം സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിന്റെ തകർച്ചയുടെ വേഗതയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. വരുന്ന ആഴ്ചയിലെ ടെക്നിക്കൽസിലേക്ക് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റി 23,000, 23,200 എന്നീ ലെവലുകളിൽ കഴിഞ്ഞ 2 ആഴ്ചയിലും നല്ല സപ്പോർട്ട് എടുത്തെങ്കിലും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ 23,000 എന്ന ലെവൽ കഴിഞ്ഞ ആഴ്ചയിലെ പോലെ തന്നെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 22,700, 22,500 എന്നീ ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ താഴേക്കുള്ള പ്രയാണം തള്ളിക്കളയാനാവുകയില്ല. എന്നാൽ വീണ്ടും ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 22,000 എന്ന ലെവലും തുടർന്ന് 21,800 എന്ന ലെവലും നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. എന്നാൽ അതേസമയം നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 23,300, 23,400 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് ഇവയ്ക്ക് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ തുടർന്ന് 24,000 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ മാർക്കറ്റിനെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, അത് അപ്പർ സൈഡിലേക്ക് ആയിക്കോട്ടെ ഡൗൺ സൈഡിലേക്ക് ആയിക്കോട്ടെ, ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഘടകം വരികയാണെങ്കിൽ ഈ ലെവലുകളെയൊക്കെ മറികടന്നുകൊണ്ട് ശക്തമായ ഒരു ഇടിവിലേക്കോ ശക്തമായ ഒരു ഉയർച്ചയിലേക്കോ മാർക്കറ്റ് ഏത് സമയം മൂവ്മെന്റ് നടത്താനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുള്ള കാര്യവും നമ്മൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷനുമല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ എസ്പെഷ്യലി ഓപ്ഷൻ റൈറ്റേഴ്സ് ഒക്കെ വളരെ കെയർഫുൾ ആകേണ്ടതായിട്ടുമുണ്ട്. ഈ വരുന്ന ആഴ്ചയിൽ ആകെ 4 ട്രേഡിംഗ് സെഷനുകൾ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിന് ഉണ്ടായിരിക്കുകയുള്ളൂ. മാർച്ച് 26 വ്യാഴാഴ്ച ശ്രീരാം നവമിയോടനുബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് അവധിയുമായിരിക്കും. അതുകൊണ്ട് തന്നെ സെൻസെക്സിന്റെ അടുത്ത ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി 25-ാം തീയതി ബുധനാഴ്ചയുമായിരിക്കും. ഈ ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. മാത്രമല്ല പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും ഈ വരുന്ന ആഴ്ചയിൽ ഒന്നും തന്നെ നിലനിൽക്കുന്നുമില്ല, എസ്പെഷ്യലി യുഎസിൽ നിന്നും. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ആഴ്ചയിൽ മുൻപ് നമ്മൾ കണ്ട ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രകടനവും. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ജയപ്രകാശ് അസോസിയേറ്റ്സ്, അദാനിയുടെ ജയപ്രകാശ് അസോസിയേറ്റ്സ് ഏറ്റെടുക്കലിനെതിരെ വേദാന്ത നാഷണൽ കമ്പനി ലോ അപ്പിറ്റൈറ്റ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. പെട്രോനെറ്റ് LNG കമ്പനിയുടെ അനുബന്ധ സ്ഥാപനത്തിന് എനർജി ഇന്നോവേഷൻസ് നടത്തുവാനുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകി. ഗോവ കാർബൺ 2026 മാർച്ച് 22 മുതൽ, അതായത് ഇന്ന് മുതൽ ഒഡീഷയിലെ പാരാദീപ് യൂണിറ്റ് താൽക്കാലികമായിട്ട് ഷെഡ്യൂൾ ചെയ്ത മെയിന്റനൻസിനു വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് അടച്ചിടും. ഏവിയേഷൻ സ്റ്റോക്സ്, വിമാന കമ്പനികൾക്ക് അവയുടെ ചിലവ് ക്രമീകരിക്കുവാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വിമാന ടിക്കറ്റുകളുടെ നിരക്ക് പരിധി സർക്കാർ നീക്കം ചെയ്യുകയുണ്ടായി. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2,929.05 കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ CBI അന്വേഷണം ഊർജിതമാക്കി എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. കൊട്ടാക് മഹീന്ദ്ര ബാങ്കിന്റെ ഭാഗമായ KMCC എൻഫിന ഫിനാൻസിലെ ഒരു ഭാഗം വരുന്ന ഓഹരികൾ 1,294 കോടി രൂപയ്ക്ക് വിൽക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. GE വെറോന T&D ഇന്ത്യ 2026 മാർച്ച് 20 മുതൽ 2031 മാർച്ച് 19 വരെ തുടർച്ചയായി 5 വർഷത്തേക്ക് ശ്രീമതി രശ്മി ജോഷിയെ കമ്പനിയുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് നിയമിച്ചു. ടാറ്റ ക്യാപിറ്റൽ 2017-2018 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇൻകം ടാക്സ് റീഅസസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 413.8 കോടി രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. വിന്ധ്യ ടെലിലിങ്ക്സ് റെഗുലേറ്ററി അംഗീകാരത്തിന് വിധേയമായി പ്രവർത്തന സമന്വയങ്ങൾ ബിർള കേബിൾ ലിമിറ്റഡുമായുള്ള ലയനത്തിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. ജൂബിലന്റ് ഇൻഗ്രീവ CDMO കരാറിന് കീഴിൽ ഗുജറാത്തിലെ ബറൂച്ച് പ്ലാന്റിൽ നിന്ന് കമ്പനി കയറ്റുമതി ആരംഭിക്കുകയും ചെയ്തു. ഏവർക്കും ശുഭസായാഹ്നം നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.